അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിന് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ അത് പറയുക. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, അതായത് 2, 3, 4 പാദങ്ങൾ ചേർന്നത്. തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 ഭാഗങ്ങൾ ചേർന്നതാണ് മകരക്കൂറുകാർ. ഇവർക്ക് ലഗ്നത്തിൽ 2ാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും അതുപോലെ ബുധശുക്രന്മാരും ഒക്കെ ഉണ്ട്. വാക്ക് മൂലം ഉള്ള ചില പ്രശ്നങ്ങൾ, വാക്ക് പറഞ്ഞ് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ അവർക്ക് അനുഭവത്തിലേക്ക് വരാവുന്നതാണ്. കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ തന്നിലേക്ക് വന്നു ചേരും. എന്നാൽ അതിലൊക്കെ കുറച്ച് സംഘർഷമുണ്ടാകും. അത് വാക്ക് വളരെ പ്രത്യേകം നിയന്ത്രിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ബിസിനസ്സോ ജോലിയോ പ്രൊഫഷനോ എന്താണെങ്കിലും അതിലൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് അവർക്ക് വരുമാനം ഉയരും. എന്നാൽ അതോടൊപ്പം തന്നെ കുടുംബച്ചെലവിൽ കൂടുതൽ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദം ഉള്ളവർക്കത് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തലവേദന ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തൻ്റെ വാക്കിന് വില വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ തൻ്റെ തന്നെ ചില കടുത്ത വാക്കുകൾ മൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ കുടുംബത്തിലുണ്ടാകും. അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ പിതാവുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം. കടുപ്പത്തോടു കൂടിയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് ചുരുക്കുക. ആത്മവിശ്വാസത്തോടുകൂടി അവധാനതയോടുകൂടി കുടുംബത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവന് എള്ളെണ്ണ സമർപ്പിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം ശനിക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും ഒക്കെ നല്ലതാണ്.